ബിഗ് ബോസ് സീസൺ 6-ൽ പ്രേക്ഷകർക്ക് ഫെമിലിയറായ മുഖങ്ങളിലൊന്നായിരുന്നു മത്സരാർത്ഥി അപ്സരയുടേത്. സാന്ത്വനം സീരിയലിലെ ജയന്തി ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാനെത്തിയ ആവേശത്തിലാണ് പ്രേക്ഷകരുണ്ടായിരുന്നത്. അത്രമാത്രം ജയന്തി എന്ന കഥാപാത്രം പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരുപടി മുന്നിലുള്ള പ്രകടനമാണ് അപ്സര വീടിനുള്ളിൽ കാഴ്ചവെച്ചത്. ഗെയിമിലായാലും ടാസ്കിലായാലും വീടിനുള്ളിലെ പ്രശ്നങ്ങളിലായാലും സജീവ സാന്നിധ്യമായിരുന്നു താരത്തിൻ്റെത്. ഇത്രയും ഗെയിം സ്പിരിറ്റുള്ള മത്സരാർത്ഥി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കഴിഞ്ഞ ദിവസം ഷോയിൽ നിന്നും എവിക്റ്റ് ആയത്. എന്തുകൊണ്ടായിരിക്കും ടോപ്പ് 5-ൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പിച്ച വ്യക്തി എവിക്റ്റ് ആയിട്ടുണ്ടാവുക? സീരിയൽ ആക്ട്രസ്, സെലിബ്രിറ്റി ഈ ടാഗ് ലൈനോടെയാണ് ബിഗ് ബോസ് ഷോയിൽ എത്തിയതെങ്കിലും ആ വിശേഷണത്തിന്റെ പവറിലായിരുന്നില്ല അപ്സര വീടിനുള്ളിൽ നിന്നിരുന്നത്. തനിക്കൊപ്പമുള്ള 18 മത്സരാർത്ഥികളോടും ഒരേപോലെയാണ് പെരുമാറിയിരുന്നത്. ഷോയിൽ എല്ലാ മത്സരാർത്ഥികളോടും അടുപ്പം കാണിച്ചതും കൂടുതൽ ഇടപഴകിയതും അപ്സര തന്നെയായിരുന്നു. ഭൂരിഭാഗവും ഗ്രൂപ്പുകളും കോംബോകളും തേടിപ്പോയപ്പോൾ അപ്സര ഇൻഡിവിജ്വലായി ഗെയിം കളിക്കാൻ ശ്രമിച്ചു. എത്ര സൗഹൃദമാണെങ്കിലും ടാസ്ക് വരുമ്പോൾ ഇൻഡിവിജ്വൽ പ്ലെയറാണെന്ന ബോധത്തോടെ മുന്നോട്ട് പോയി. ഗെയിമിലാണെങ്കിലും ഹൗസിലെ മറ്റു കാര്യങ്ങളിലുമെല്ലാം സജീവമായി ഇടപെട്ടു. തുടക്കം മുതൽ ഓരോ വിഷയങ്ങളിലും സ്വന്തമായ നിലപാടുകളും അഭിപ്രായങ്ങളും ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു. ഇതോടുകൂടിയാണ് അപ്സര ബിഗ് ബോസ് ഷോയിൽ ശ്രദ്ധ നേടാൻ തുടങ്ങിയത്. തൊട്ടു പിന്നാലെ ക്യാപ്റ്റൻ കൂടി ആയതോടെ ഈ ഗ്രാഫ് കുത്തനെ ഉയർന്നു. വീടിനുള്ളിലെ മുക്കിലും മൂലയിലും വരെ ഓടിയെത്തി ഒരു ക്യാപ്റ്റന് വേണ്ട എല്ലാ ക്വാളിറ്റിയോടെ മത്സരാർത്ഥികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ക്യാപ്റ്റൻസി അതിഗംഭീരമാക്കി മാറ്റി. ഇതിലൂടെ ബെസ്റ്റ് ക്യാപ്റ്റൻ എന്ന ടാഗ് ലൈൻ ലഭിക്കുകയും ചെയ്തു. ആഴ്ചകൾ കഴിയുന്തോറും ഈ ഗ്രാഫ് ഉയർന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് വെച്ച് വന്ന വൈൽഡ് കാർഡ് താരത്തിന്റെ നിലനിൽപ്പിന് ചെറുതായൊന്ന് ഭീഷണിയായി. വൈൽഡ് കാർഡ് എൻട്രി എത്തിയതിനു ശേഷം ഓവർ കോൺഫിഡന്റ് ആയ അപ്സരയാണ് പ്രേക്ഷകർ കണ്ടത്. വന്ന 6 പേരും ഒരേ സ്വരത്തിൽ അപ്സരയെ വാനോളം പുകഴ്ത്തി. ഭൂരിഭാഗവും മികച്ച മത്സരാർത്ഥിയെന്നും നിലവാരമുള്ള മത്സരാർത്ഥിയെന്നും വിശേഷിപ്പിച്ചതോടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. പുറത്ത് തനിക്കുള്ള പ്രേക്ഷക പിന്തുണ ചിന്തിക്കുന്നതിലപ്പുറമാണെന്ന് കരുതിയതുകൊണ്ടാകണം ആദ്യമുണ്ടായിരുന്ന എക്സ്ട്രാ ആക്റ്റീവ്നെസ് പതിയെ കുറയാൻ തുടങ്ങി. അതുവരെ ഓടി നടന്നിരുന്നാൽ പതിയെ സ്വന്തം ടീമിലേക്ക് മാത്രമായി ഒതുങ്ങിക്കൂടി. ഇനി ചാലഞ്ചേഴ്സ് വന്ന സമയത്തും അപ്സരയ്ക്ക് വേണ്ടത്ര സ്ക്രീൻ പ്രസൻസ് നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. ശ്വേതാ മേനോൻ ആണെങ്കിലും സാബുമോൻ ആണെങ്കിലും ജാസ്മിൻ ജിൻഡോ ഇവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. മാത്രമല്ല അപ്പോഴുണ്ടായിരുന്ന പവർ ടീം അപ്സരയ്ക്ക് ചാലഞ്ചേഴ്സിന് മുന്നിൽ ഒരു ഷോ കാണിക്കാനുള്ള ചാൻസും നൽകിയിരുന്നില്ല. പ്രതീക്ഷിച്ചതുപോലെ പെർഫോം ചെയ്യാൻ സാധിച്ചിരുന്നില്ലെന്ന് മാത്രമല്ല അതിലുള്ള ദുഃഖം അപ്സര ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടക്കത്തിൽ ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചിരുന്ന അപ്സര ഇടയ്ക്കെപ്പോഴോ ഗെയിം ട്രാക്ക് വിട്ട് ഇമോഷണൽ ബ്രേക്ക് ഡൗണിലേക്ക് പോയിരുന്നു. ഇത്രയും ദിവസം ഫാമിലിയെ വിട്ടു നിൽക്കുന്നതും അടുത്ത സുഹൃത്തുക്കൾ എന്ന് കരുതിയവരുമായുള്ള വഴക്കും താരത്തെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തു. ശരണ്യ, ശ്രീതു, അപ്സര തുടങ്ങിയവർ ഉൾപ്പെട്ട ടീമിൽ ക്രെഡിറ്റ് അപ്സര തട്ടിയെടുക്കുന്നുവെന്ന വിമർശനം ഉന്നയിച്ചതും കൂടി ആയതോടെ ചെറുതായൊന്ന് പതറി. ആ സമയത്താണ് രസ്മിനുമായി അപ്സര അടുക്കുന്നത്. ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രസ്മിൻ അപ്സരയ്ക്ക് പിന്നീടങ്ങോട്ട് ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. വീടിനുള്ളിലെ ഓരോ പ്രശ്നങ്ങളും പരസ്പരം ചർച്ച ചെയ്യുകയും ഇണക്കങ്ങളിലും പിണക്കങ്ങളിലും താങ്ങായും തണലായും ഇരുവരും നിന്നു. പിന്നീടങ്ങോട്ട് ഇമോഷണലി താരം ഓക്കെ ആയെങ്കിലും ഗെയിം ട്രാക്കിലേക്ക് എത്തിയിരുന്നില്ല. ടാസ്കിലായാലും മറ്റ് സംഭവങ്ങളിലായാലും പഴയ പ്രസരിപ്പോ ചുറുചുറുക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. തനിക്ക് കംഫർട്ടബിൾ ആയ താൻ പറയുന്നത് കേൾക്കുന്നവരിലേക്ക് മാത്രമായി ഒതുങ്ങിക്കൂടി. അത്രയും ആക്റ്റീവായിരുന്ന ഒരാൾ ഡൗൺ ആയതോടെ എവിക്ഷനുകളിൽ അപ്സര പുറത്താകണമെന്ന രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്നു. അതുമാത്രമല്ല ഭർത്താവും സംവിധായകനുമായ ആൽബിയുടെ എവിക്റ്റ എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടി. എന്തൊക്കെയായാലും അപ്സര പുറത്താകേണ്ട ഒരാളല്ലെന്നാണ് ഭൂരിഭാഗവും പറയുന്നത്. ഇത്രയും പ്രേക്ഷക പിന്തുണയുള്ള ഒരാൾക്ക് എന്തുകൊണ്ടായിരിക്കും വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടാവുക? അതോ പുറത്തുള്ള പ്രശ്നങ്ങളാണോ കാരണം? ഈ ചോദ്യങ്ങളെല്ലാം പ്രേക്ഷകർ ഇതിനോടകം മുന്നോട്ട് വെക്കുന്നുണ്ട്.